നിലവിലുണ്ടായിരുന്ന അപകടങ്ങളെക്കാൾ 36% അപകടങ്ങളും മരണവും KSRTC വണ്ടി ഇടിച്ചുള്ള മരണവും കുറഞ്ഞിരിക്കുകയാണ്. രാത്രി അടിച്ചേച്ച് കിടന്നിട്ട് രാവിലെ വണ്ടി എടുക്കും. ഒരു ഹാങ് ഓവറാണ്, കുഴപ്പമൊന്നുമില്ല, മണപ്പിച്ചാലേ മണം അടിക്കുള്ളൂ. പക്ഷെ ഈ തലവേദനയൊക്കെ എടുത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു സ്കൂട്ടറിൽ വന്ന് കയറും. എവളത് ഇവിടെ പോകുന്നു പറഞ്ഞ് ഒരൊറ്റ ഇടി വെച്ചു കൊടുക്കും. പാവം അവിടെ വെച്ച് ജീവിതം തീരുന്നു. ഇടിക്കുന്ന സാധനം വലിയ ആന സാധനമാണ്, മറ്റേ സ്കൂട്ടറിൽ ഇരിക്കുകയാണ്. അവരെ അറിയാതെ വന്നെങ്കിൽ കയറി കൊടുത്താൽ എവൾ ഇവിടെ പോകുന്നു പറഞ്ഞ് ഒരു തട്ട് വെച്ചു കൊടുത്താൽ ആ തട്ട് മതി ഒരു ജീവിതം അവസാനിക്കാൻ. നാണമുണ്ടോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡ്രൈവിംഗ് ചെറുപ്പം പോലെ ചെയ്യുന്ന പറഞ്ഞ് ഈ KSRTC മുഴുവൻ ഡ്രൈവർമാരെയും അപമാനിക്കുവാൻ അങ്ങേക്ക് നാണമുണ്ടോ എന്ന് വെൽഫെയർ അസോസിയേഷൻ ചോദിക്കുകയാണ്. മന്ത്രിയുടെ പ്രസ്താവനയൊക്കെ തിരുത്തണം കേട്ടോ. അതൊക്കെ ചുമ്മാ മാണബിത്തത്തിന്റെ ഭാഷയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഓന്ത് വിലങ്ങൻ ചാടിയെ ചവിട്ടും, ഒരു പട്ടി വിലങ്ങൻ ചാടിയെ നമ്മൾ ചവിട്ടും. അങ്ങനെ പട്ടി വിലങ്ങൻ ചാടിയിട്ട് പട്ടിയെ രക്ഷിക്കാനായിട്ടും സൈക്കിളിൽ വന്ന കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി വണ്ടി വെട്ടിക്കുന്നതൊക്കെ ഒരുപാട് വീഡിയോ വേണമെങ്കിൽ ഞാൻ അങ്ങനെ അയച്ചു തരാം. ഈ KSRTC ബസ്സുകൾ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി, KSRTC എന്നല്ല, വിവിധ വാഹനങ്ങൾ, ഒരു ബൈക്കുകാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രൈവറ്റ് ബസ് പോയി ചെന്നൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമിലും റീൽസിലും ഒക്കെ വൈറലായിട്ടുണ്ട്. അപ്പോഴാണ് പറയുന്നത് എല്ലാ ജീവനക്കാരും കൂടി 30% അപകടം കുറയും. ഈ ശതമാനമൊക്കെ എവിടുന്ന് കിട്ടുന്നു? ഇതെങ്ങനെ ഈ ശതമാനമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായത്.